ഇന്നലെ നിയമസഭയിൽ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര എം.എൽ.എയും മുൻ ധനകാര്യമന്ത്രിയുമായ കെ.എൻ. ബാലഗോപാൽ അദ്ദേഹം ഒരു അഭ്യർത്ഥന നടത്തി. എന്താണെന്ന് അറിയാമോ? സത്യത്തിൽ അത് കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഒരു വിധത്തിലാണ് എനിക്ക് സ്ഥലകാല ബോധം തന്നെ തിരിച്ചു കിട്ടിയത്. ആദ്യം അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന ഒന്ന് നമുക്ക് കേൾക്കാം. സർ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതകളിൽ ഒന്നാണ് നാഷണൽ ഹൈവേ. അല്ലെങ്കിൽ നാഷണൽ ഹൈവേക്ക് തുല്യമോ അതിൽ പ്രാധാന്യമുള്ളതാണ് MC റോഡ്. MC റോഡിൻ്റെ വികസനം KSTP വർക്ക് പണ്ട് ചെയ്തതിന് ശേഷം ആ റോഡിൽ വീതി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ MC റോഡ് വിവിധ ജംഗ്ഷനുകളിൽ ബൈപ്പാസുകൾ ഉൾപ്പെടെ 4500-ലധികം കോടി രൂപയുടെ പദ്ധതി കിഫ്ബിയിൽ പ്രഖ്യാപിച്ചിരുന്നു. അതിപ്പോൾ വീണ്ടും വരുമോ എന്നുള്ളത് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ തുടർന്ന് പരിശോധിക്കുമ്പോൾ വരും. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തനം നടത്തുന്നതിൻ്റെ തുടക്കത്തിൽ കൊട്ടാരക്കര ബൈപ്പാസിന് പണം അനുവദിച്ചിരുന്നു. കൊട്ടാരക്കര ഉൾപ്പെടെ കുറേ ജംഗ്ഷനുകൾക്ക് നേരത്തെ തന്നെ പണം അനുവദിച്ചിരുന്നതാണ്, ഈ പറഞ്ഞ ബഡ്ജറ്റിൽ കൂടാതെ. അപ്പോൾ കൊട്ടാരക്കര ബൈപ്പാസ് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് സർ. കാരണം അത് കൊല്ലം ചെങ്കോട്ട പോകുന്ന നാഷണൽ ഹൈവേയും MC റോഡും സന്ധിക്കുന്ന ജംഗ്ഷനാണ്. 2 മണിക്കൂർ വരെ ട്രാഫിക് തടസ്സം ഉണ്ടാകുന്ന ഒരു കേന്ദ്രമായിട്ട് MC റോഡിലെ യാത്രയിൽ ആ കൊട്ടാരക്കര വരുന്നുണ്ട്. തൊട്ടപ്പുറത്തുള്ള കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ബൈപ്പാസുകൾ വരാൻ പറ്റിയിട്ടുണ്ട്. അടൂർ ബൈപ്പാസ് വന്നു, തിരുവല്ലയും അതുപോലെ ചങ്ങനാശ്ശേരിയും ഒക്കെ ബൈപ്പാസ് വന്നിട്ടുണ്ട്. സർ, ഈ ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിയന്തര കാര്യങ്ങൾ എല്ലാം നടത്തിയിട്ടുണ്ട്. 3 വർഷത്തോളം വേണം സാധാരണ ലാൻഡ് അക്വിസിഷനും മറ്റുള്ള നടപടിക്രമങ്ങൾ എന്ന് അങ്ങേക്കറിയാം. ആ ലാൻഡ് അക്വിസിഷൻ്റെ നടപടിക്രമം നടന്നു. അതിനകത്ത് മൈലം വില്ലേജും കൊട്ടാരക്കര വില്ലേജും ഈ കൊട്ടാരക്കര ബൈപ്പാസിന് സ്ഥലമെടുക്കേണ്ടതാണ്. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള എല്ലാ സർവേയും നടന്നു. മൈലം വില്ലേജിലേക്കുള്ള 22 കോടി രൂപ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് പോയി. പക്ഷേ അതിൻ്റെ ബാക്കി പ്രഖ്യാപനങ്ങളും നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാൻ ഇലക്ഷൻ ആയതുകൊണ്ട് കഴിഞ്ഞില്ല, സ്വാഭാവികമായിട്ടും. സാർ, ആ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. ആ ബൈപ്പാസിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടല്ലോ. ഇതിന്റെ പേരിൽ ഈ സഖാവ് എത്ര വോട്ടുകളാണ് ഇത്തവണ പിടിച്ചത്? ഇപ്പൊ ബൈപ്പാസ് വന്നു കഴിഞ്ഞു, സ്ഥലമേറ്റെടുത്തു, പൈസ എല്ലാം റെഡിയാണ്, പൈസ അനുവദിച്ചു, കൊടുത്തു, കിട്ടിയില്ലേ എന്നൊക്കെയാണ് സഖാവ് ഇലക്ഷൻ സമയത്ത് ചോദിച്ചത്, പറഞ്ഞതും അതൊക്കെ തന്നെ. ഇനി ഇതിന്റെ മറുപടി ധനവകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി V.D. സതീശൻ നിയമസഭയിൽ തന്നെ ബാലഗോപാൽ സഖാവിന് കൊടുത്തു. അതൊന്ന് കേൾക്കാം. നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം സഭയുടെ ശ്രദ്ധയിൽ, അംഗങ്ങളുടെ ശ്രദ്ധയിലും പെടേണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്തിലുണ്ടാകുന്ന ചില നഷ്ടങ്ങളാണ്. 2022 AS കിട്ടിയ പദ്ധതിയാണ് ഇത്. 1500 കോടി രൂപയുടെ പദ്ധതിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 2022 1500 കോടി രൂപയുടെ ഒരു പദ്ധതി കിട്ടുവാണ്. അത് ആദ്യഘട്ടമായിട്ട് ഇതുവരെ നമ്മളതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായിട്ടില്ല. 2026 4 വർഷമായി. ഈ 2022 കൊടുത്തിരുന്ന AS ഈ പണി പൂർത്തിയാക്കുമ്പോൾ ഇതിൻ്റെ 2ാം ഘട്ടം, അതായത് ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് 2ാം ഘട്ടമാകുമ്പോൾ ആ തുക മതിയാവും. ആ തുകയുടെ എത്രയോ ശതമാനമാണ് വർദ്ധിക്കാൻ പോകുന്നത്. ആ 1500 കോടി രൂപ AS കൊടുത്തതിൻ്റെ എത്രയോ ശതമാനം 4 കൊല്ലം അല്ലെങ്കിൽ ഈ കൊല്ലം പൂർത്തിയാവുമെന്ന് തോന്നുന്നില്ല എനിക്ക്. അന്തിമ ഘട്ടത്തിൽ എത്തിയിട്ടേ ഉള്ളൂ ഭൂമി ഏറ്റെടുക്കൽ നടപടി. 5 കൊല്ലം കഴിയുമ്പോൾ, ഞാനിത് അങ്ങയുടെ ഇതിന് പറഞ്ഞതല്ല, ജനറലായിട്ട് ഒരു വിഷയം പറഞ്ഞതാണ്, അല്ല ഇത് ആരുടെയും കുഴപ്പമായിട്ടല്ല ഞാൻ പറഞ്ഞത്. 5 കൊല്ലം ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക്. അതുകൊണ്ട് സ്റ്റേറ്റ് എക്സ്ചക്കറിലുണ്ടാകുന്ന നഷ്ടം എത്രയാണ്? 1500 കോടി രൂപയുടെ പദ്ധതി അന്ന് തീരുമാനിച്ച പദ്ധതി ഇനി അതിൻ്റെ ഒരു റിവൈസ് AS കൊടുക്കേണ്ടി വരും ഉറപ്പായിട്ടും. ആ 1500 കോടി രൂപയ്ക്ക് നടക്കില്ല. റിവൈസ് AS കൊടുക്കുമ്പോൾ എത്ര കോടി രൂപയായി അത് വർദ്ധിക്കും. അപ്പം നമ്മൾ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടി, അതുകൊണ്ടാണ് ബജറ്റിൽ വളരെ ഗൗരവത്തോടു കൂടി ലാൻഡ് അക്വിസിഷനെ സംബന്ധിച്ച നടപടിക്രമങ്ങളുടെ ലഘൂകരണവും അതിനാവശ്യമായ സർവേയർമാരുടെ വിന്യാസം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ പണം മുഴുവൻ ഇങ്ങനെ പോകും. അത് അങ്ങയുടെ കാര്യത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അന്തിമ ഘട്ടത്തിലേക്ക് നടക്കുകയാണ്. ആ പദ്ധതിയുടെ 2ാം ഘട്ടമായി സിവിൽ പ്രവർത്തികൾക്കുള്ള DPR കിഫ്ബിക്ക് സമർപ്പിച്ചിരുന്നു. DPR അവലോകനം നടത്തി സിവിൽ പ്രവർത്തികൾക്കുള്ള എസ്റ്റിമേറ്റ് കൂടി ഉൾപ്പെടുത്തി. ആ പൈസ അല്ല, പുതിയ റിവൈസർ എസ്റ്റിമേറ്റ് വേണ്ടി വരും. ഉടുത്തി ആ പദ്ധതിയുടെ ധനാനുമതി 254.81 കോടി രൂപയായി പരിഷ്കരിച്ച് നൽകിയിരുന്നു. ബൈപ്പാസ് നിർമ്മാണത്തിന്റെ തുടർ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ സർക്കാർ പരിശോധിച്ചു. കേട്ടല്ലോ, ചോദ്യവും ഉത്തരവും. പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് ഞാൻ പറയട്ടെ. നമ്മൾ കൊട്ടാരക്കരക്കാരെ പറഞ്ഞു പറ്റിച്ച് പൊട്ടന്മാരാക്കിയെന്നാണ്. നിങ്ങൾക്ക് അങ്ങനെയല്ലേ തോന്നിയത്? ഇങ്ങനെയും കണ്ണടച്ചിരുട്ടാകാം.
2022 AS കിട്ടിയ വർക്കാണ്. ആലോചിച്ച് നോക്കി, വർഷം 4 ഇത്രയും നാൾ അതിന് അടയിരുന്നിട്ട് തെരഞ്ഞെടുപ്പിന് 1 മാസം മുൻപ് പൊടി തട്ടിയെടുത്ത് ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ആളുകളെ പൊട്ടന്മാരാക്കി വോട്ട് തട്ടി വലിയ തട്ടിപ്പാണ് നടത്തിയത്. ഇത് നടക്കില്ലെന്ന് സഖാവിന് തന്നെ അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രചാരണത്തിന് ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇത് ഉൾപ്പെടുത്തി ആളുകളെ പറ്റിച്ചത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ ഒന്ന് പോയി നോക്കണം. എന്തിന്? മുൻ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ മണ്ഡലത്തിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. അദ്ദേഹം ഒരു ടൈമേ മന്ത്രിയായിട്ടിരുന്നുള്ളൂ, ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടിരുന്നുള്ളൂ. അവിടങ്ങളിൽ നടന്നിട്ടുള്ള വികസനം അതൊന്ന് കാണേ വേണ്ട. നിങ്ങളൊക്കെ അവിടെ പോയി ആ മണ്ഡലങ്ങളൊന്ന് സന്ദർശിച്ച് അവിടങ്ങളൊന്ന് കാണണം. എന്തിനാണ് ഇവരെ പോലുള്ളവരെ ജയിപ്പിച്ചു വിടുന്നത്? ഇനിയെങ്കിലും കൊട്ടാരക്കരക്കാർ ആലോചിക്കണം. എനിക്ക് അത്രയേ പറയാം.